വണ്ണാടിൽ തറവാട്ടിൽ മൂത്ത പൊതുവാളും സഹായി കുരുവാടൻ നായർക്കൊപ്പം ഒരിക്കൽ നായാട്ടിനായി കാട് കയറി. കുലച്ചു പിടിച്ച കുറുകിലുമായി പൊതുവാളും പിന്നിൽ കത്തിയുമായി നായരും ജാഗ്രതയോടെ നടന്നു. ഒരു നിമിഷം കുറച്ചകലെ കാട്ടാടിയിറങ്ങിയ ശബ്ദം. വില്ലു കുലച്ച് തൊടുത്തു. വീണ ഇര ഏതെന്നറിയാൻ തിടുക്കത്തിൽ ഉൾക്കാനനത്തിലേക്ക് ഓടിച്ചെന്നു. ഇരയെ കാണാതെ ഇരുവരും തളർന്നിരിക്കുമ്പോൾ വർദ്ധിതാവേശത്തോടെ കാടിളകിയ ആരവമുയർന്നു. അമ്പേറ്റ മൃഗത്തിൻ്റെ അലർച്ച. രണ്ടുപേരും ഭയത്തോടെയും അതിശയത്തോടെയും മുന്നോട്ടേക്ക്. മൂത്ത പൊതുവാളാണ് ആദ്യം കണ്ടത്. ഒരു വലിയ മടയ്ക്കകത്ത് തിളങ്ങുന്ന കണ്ണുകൾ, പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കൃഷ്ണവർണ്ണ പീലികൾ. ഗുഹയിൽ നിന്ന് ഒരു ഘോര രൂപം പുറത്തിറങ്ങി. രണ്ടുപേരും ജീവനും കൊണ്ട് വനത്തിൽ വെളിയിലേക്ക് പാഞ്ഞു. അവർക്ക് പിന്നിൽ വെള്ളോട്ട് ചിലമ്പ് കിലക്കി വെള്ളിയരമണികൾ ആരവമുതിർന്നു. അട്ടഹാസവും അലർച്ചയും അവരെ വേട്ടയാടി. പൊതുവാൾ ജീവനും കൊണ്ടോടി അഭയം പ്രാപിച്ചത് കാനനക്കരയമ്മയുടെ പള്ളിയറയിലാണ്. കാനനക്കരയമ്മ ഇങ്ങനെ മുഴുവൻ: അഭയം ഞാനേകിയ മൂത്ത പൊതുവാൾ എനിക്കരുമയാണ്. കലിയടക്കി നീ മടങ്ങുവിൻ. കലിയടങ്ങാതെ പാതാളവയറിൽ നായരെ കൂർത്ത നഖത്താൽ കുത്തിയെടുത്ത് കുടൽ പിളർന്ന് രുധിരം കുടിച്ച് ചിലമ്പിട്ട കാലുകൊണ്ട് ജഡം തട്ടി എറിഞ്ഞ് കലിയടക്കി. തെയ്യത്തിൻ്റെ പന്നിയുടെ മുഖം. കോഴിയെ കൊന്ന് പുറങ്കാലുകൊണ്ട് എറിയുന്നതും നായാട്ടിനെ ഓർമ്മപ്പെടുത്തുന്ന ചടങ്ങുകളാണ്. തോറ്റംപാട്ട് പ്രകാരം മടയിൽ നിന്ന് വന്ന ചാമുണ്ടി ആലന്തട്ട മടവാതയ്ക്കലും തിമിരി ഗോപുരത്തിലും കരിവള്ളൂർ കൊട്ടൂരിലും പയ്യന്നൂർ വണ്ണാട് മീനക്കൊട്ടിലും ആരൂഢമായി ആരാധിക്കപ്പെടുന്നു. ആനമടച്ചാമുണ്ടി, ബലിച്ചേരി ചാമുണ്ടി, മേനച്ചൂർ ചാമുണ്ടി, കരിമണൽ ചാമുണ്ടി, മാമല ചാമുണ്ടി എന്ന പേരുകളിലും മടിയിൽ ചാമുണ്ടി തെയ്യം കെട്ടിയാടുന്നു.